വല, പത്രോസിന്റെ വല നിറയണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പറഞ്ഞാൽ എനിക്കൊരു നല്ല ആശയം കയറി വരുന്നു. പത്രോസിന്റെ വല, പത്രോസിന് അറിയാം എവിടെയൊക്കെ വീശണമെന്ന്. പക്ഷെ പത്രോസിന് അറിയാത്ത ഒരു കാര്യം ദൈവത്തിന് അറിയാം. നീ എവിടെയെല്ലാം വീശിയാലും നിന്റെ വലയ്ക്കകത്ത് കയറാത്തതിന്, നിന്റെ വലയ്ക്കകത്ത് ഞാൻ പറയുന്നിടത്ത് വീശിയാൽ കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിനുണ്ട്, ദൈവത്തിന് കഴിയും. ഞാൻ വിശ്വസിക്കുന്ന അവിടെയും പത്രോസ് വീശിയതാണ്, അവിടെയും പലതവണ പത്രോസ് വീശിയതാണ്. അപ്പോഴൊന്നും വെളിപ്പെടാത്തത് ഒന്നിനെ. ആമേൻ. ഈ വലയും വള്ളവും മീനും ഒക്കെ ആയിട്ട് പരിചയമുള്ളവരോട് അറിയാം, മീനിന്റെ പുറകെ പോയി പിടിക്കുന്ന ശീലമാണ് മത്സ്യബന്ധനക്കാർക്ക് അല്ലെങ്കിൽ മുക്കുവർക്കുള്ളവർ. പക്ഷെ അന്നത്തെ പിടുത്തം മത്സ്യത്തിന്റെ പിറകെ പോയുള്ള പിടുത്തമല്ലായിരുന്നു, മത്സ്യം പിറകെ വരുന്ന പിടുത്തമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. മത്സ്യം പിറകെ വരുന്ന പിടുത്തമാണ്. അതുകൊണ്ട് അങ്ങനെയും ഒരു പിടുത്തം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞിരിക്കണം. അത് യേശുവിന്റെ വാക്കിനാലാണ്, യേശുവിന്റെ ഇടപെടലിനാണ്. കാരണം ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്താൽ ഒരു പെരുപ്പം നമ്മുടെ പിറകിലുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അതിനായി നിങ്ങൾ ഒരുക്കട്ടെ. അതിനായുള്ള ആക്ടിവേഷൻസുകൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആത്മാവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യാശ ജനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് ഈ അബ്രഹാമിന്റെ കാര്യമാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെ താൻ ഡിസൈൻ ചെയ്ത ഒരുപാട് വാക്കുകളുണ്ട്, ഒരുപാട് വാക്യങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അത് 4-ാം അധ്യായം റോമാലേഖനത്തിനകത്ത് കാണാൻ പറ്റും. ആ വാക്കിങ്ങനെയാണ്: ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പറയുന്നില്ലല്ലോ. നിങ്ങൾ നന്നായി ശക്തിയോടെ പറഞ്ഞാൽ ഞാൻ പറയാം, എല്ലാവർക്കും ഓരോ മൈക്ക് തന്നാ കൊള്ളാന്നൊരാഗ്രഹമുണ്ട്, അല്ലല്ലേ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. അബ്രഹാമിന്റെ ഫെയ്ത്ത് ആണ്. ആമേൻ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞാൻ ഹാരാനിൽ അല്ലെങ്കിൽ പത്തനാരാമിലായിരുന്ന സമയത്ത് ഞാൻ കേട്ട അശരീരിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, അവനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അവനെക്കുറിച്ചുള്ള ആഴമായ അറിവ് എൻ്റെ അകത്തേക്ക് വന്നപ്പോൾ അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി: അവന് ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുന്ന ദൈവമാണ്. ആമേൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ്. ആമേൻ. ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പാടാം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം എന്ന് നമുക്ക് പാടാം. പക്ഷെ ഇന്നത്തെ പാട്ട് അബ്രഹാമിന് അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെന്നോ, ഇസഹാക്കിന് അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെന്നോ, യാക്കോബിന് അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെന്നോ, ഇസ്രയേലിന് അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നോ എന്നല്ല, നമുക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെന്ന ഇല്ല. ഇന്ന് പകല് ഹല്ലേലൂയ നിങ്ങൾ പലരും മടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവമാണ് എൻ്റെ ദൈവം. അവൻ ഇന്ന് ആച്ഛേദനങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടില്ല. അതേ ദൈവം, അതേ പുരാതനനായ ദൈവം ഹല്ലേലൂയ ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ വാക്ക് ഡിസൈൻ ചെയ്ത് വരുന്നത് അഭക്തനായ അല്ലെങ്കിൽ ഭക്തിയില്ലാത്ത, മരിക്കപ്പെട്ട് കിടക്കുന്ന, ഹല്ലേലൂയ, അല്ലെങ്കിൽ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള അവബോധമില്ലാതെ അഭക്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആർക്ക് നേരെയാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടി പോലെയാണ് ഈ വാക്ക് പൗലോസ് അബ്രഹാമിന്റെ ലൈഫിലൂടെ എഴുതി വെക്കുന്നത്. അഭക്തനായി പോയ, അകം കൊണ്ട് മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയെ ജീവിപ്പിക്കുവാനും ഇല്ലാത്തതിനെ അവന്റെ ഉള്ളത്തിനകത്തുണ്ടാക്കാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദൈവമാണ് നിങ്ങളുടെ ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മൂഢവിഗ്രഹങ്ങളെയോ അന്ധവിശ്വാസങ്ങളെയോ പാരമ്പര്യവാദങ്ങളെയോ ദേശത്തിന്റെ ആധിപത്യങ്ങളിലോ കീഴടങ്ങിപ്പോയ മുണ്ടക്കയങ്ങളിലെ വ്യക്തികളെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ഈ പകലും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനായി നിങ്ങളുടെ മനസ്സുകൊണ്ട് തയ്യാറാകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും.
ആമേൻ. മുണ്ടക്കയത്തിന്റെ ഏതൊക്കെയോ കോണുകൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്നവനെ അതിൽ വലയിട്ട് പിടിക്കാനുള്ള സുവിശേഷത്തിന്റെ ശക്തി ഇപ്പോഴും നമ്മുടെ കരങ്ങളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നത് കൊണ്ട്, ഈ ദേശത്തിലെ വ്യക്തികളെ പിടിക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആ ദൈവം ഇന്നും എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ പുസ്തകത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ അല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ വന്ന ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? 66 പുസ്തകം ഉള്ളതുകൊണ്ട് തെറ്റ് പറയുകയോ മാറ്റി നിർത്തുകയോ ഒന്നും അല്ല. ഞാൻ 24 മണിക്കൂറും ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗമാണ്. അതല്ല അതിൻ്റെ ആശയം. ഹല്ലേലൂയ. പുസ്തകത്തിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം നമ്മുടെ ദൈവമല്ലേ? ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിയല്ലോ. അപ്പൻ എന്ന പേരിലേക്ക് മാറി അവൻ നമ്മളെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും സംരക്ഷിക്കുവാനും നടത്തുവാനും തയ്യാറായി. ഈ പകലും ഈ രാത്രികളിലും അവൻ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഈ പകല് ഞാൻ ഒരുമിച്ച് അവനിലുള്ള കോൺഫിഡന്റിനകത്ത് പറയാം, ആരെല്ലാം മറന്നാലും, ആരെല്ലാം വിട്ടുകളഞ്ഞാലും, ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, അവൻ ഇന്നും എന്നോട് നിന്നോട് പറയാൻ ഒരു വാക്കുണ്ട്: ഞാൻ നിന്റെ കൂടെ നിന്നിരിക്കും. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച ഉദ്യമത്വത്തിനകത്ത് ആരെല്ലാം മാറിപ്പോയാലും നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാമെന്ന് വാക്ക് പറയുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവിൻ്റെയോ അഭിഷിക്തന്മാരുടെയോ ചരിത്രങ്ങൾക്കകത്ത് നിന്ന് പഠിച്ചു മനസ്സിലാക്കിയ ഒന്നുകൂടെ എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുണ്ട്: മനസ്സ് മടിച്ച് അവരും അവരുടെ മേൽ അർപ്പിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട നിയോഗങ്ങൾക്കകത്ത് നിന്ന് ഒരുപക്ഷെ മാറാൻ ആഗ്രഹിച്ചപ്പോൾ, ഇല്ല, നിനക്കൊരു ദൂരയാത്രയുണ്ടെന്നും നിനക്കിനി ഒരു ശുശ്രൂഷയുണ്ടെന്നും നിന്നെ ദൈവം ഇനിയും ഉപയോഗിക്കുമെന്നും നിന്റെ മേൽ ഇനിയും ദൈവത്തിന്റെ പണികളുണ്ടെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ച ഒരു ദൈവം അവർക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കരമൊന്ന് തട്ടി അവനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഹല്ലേലൂയ. അവൻ ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അബ്രഹാമിന്റെ ചിന്തകളോട് ചേർന്ന് പൗലോസ് പറഞ്ഞ വാക്കിനെ നമുക്കും പറയാം: നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതിനെ അവൻ ഉളവാക്കും. പറഞ്ഞേ, അവൻ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തതിനെ പറയുന്നില്ല. ജോസഫ് പറയുന്നില്ലല്ലോ, ഐജ പറയുന്നില്ലല്ലോ, മക്കളെ പറയടാ. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ നമ്മുടെ വീട്ടിനകത്ത് അവൻ ദൈവം ഉണ്ടാക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇതൊരാശയത്തിനപ്പുറം എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് വേണം ഇങ്ങനെ സുഖമായിട്ടായി രൂപം, പക്ഷെ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതിന് ഉളവാക്കാൻ, നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതിന് ഉളവാക്കാൻ ഇറ്റ്സ് എ മിറക്കിൾ വൺ. അവൻ നിനക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒന്ന് നടന്നാൽ മതി, പിന്നെ ഒന്നും പ്രസംഗം പോലും ഇവിടെ വേണ്ട. ഞാൻ വന്നിട്ട് പോയാൽ മതി, എല്ലാ ആഴ്ചയും വന്നിട്ട് വണ്ടിക്കൂലി മേടിച്ചിട്ട് പോയാൽ മതി. ഒന്നും ഒരു ഉയർപ്പ് നടന്നാൽ മതി. ആരും ഒന്നും പ്രസംഗിക്കുക, നിങ്ങൾ പോലും സമ്മതിക്കത്തില്ല പ്രസംഗിപ്പിക്കാൻ. അല്ല, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആമേൻ. കാരണം ഉയർത്തി ഒരു കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ പ്രസംഗങ്ങളൊക്കെ വ്യർത്ഥമായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച് ഒന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും സംഭവിക്കട്ടെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ദൈവം ഇല്ലാത്തതിന് ഉളവാക്കുന്ന ദൈവമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ജീവിപ്പിക്കുന്ന ദൈവം അല്ലേ? ആദാം ജീവനുള്ള ദേഹിയായിരുന്നു. യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാമിലൂടെ നമ്മുടെ അകത്തേക്ക് വന്നത് ജീവനുള്ള ദേഹി എന്നല്ല, ജീവിപ്പിക്കുന്ന ആത്മാവാ. എന്നാണ്? അപ്പൊ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ആത്മാവ് ആരാണ്? അതാണ് പുനരുദ്ധരിപ്പിക്കുന്ന, രൂപാന്തരം ചെയ്യുന്ന. എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട്? ഈ ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്: വാക്തത്വങ്ങൾക്ക് അച്ചാരമായി വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആരെ ഇട്ടേക്കുന്നത്? അഡ്വാൻസ് എന്ന വാക്കിന്റെ അർത്ഥം. അച്ചാരം എന്ന വാക്കിന്റെ അർത്ഥം അഡ്വാൻസ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്ന അഡ്വാൻസ് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കിട്ടും. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഗിഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടിയതുപോലെ അല്ല അടുത്തത് കിട്ടുന്നത്. അടുത്തത് കിട്ടുന്നത് പരിശുദ്ധാത്മാവിലാണ് കിട്ടുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ കിട്ടിയതുപോലല്ല
നമുക്ക് ബാക്കി ഗിഫ്റ്റ് കിട്ടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നമുക്ക് ലഭിക്കുന്ന ബാക്കി മുഴുവൻ ഇൻഹെറിറ്റൻസ്, അവകാശങ്ങൾ മുഴുവൻ നമുക്ക് അവകാശമായി ലഭിക്കുന്നത് നമ്മുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം നമ്മളിൽ നിറയുകയും പുതിയ സൃഷ്ടിയാകുകയും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ശക്തിയാൽ നിറയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സകല അവകാശങ്ങളുടെയും തുടർച്ചകൾ നമ്മുടെ ലൈഫിനകത്തേക്ക് തുറന്നു വരുന്നത്. ആമേൻ. ചൂടുണ്ട് ഇന്ന് പകൽ, അതുകൊണ്ട് ഉറങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. സ്വന്തമായി ദാവീദ് പറഞ്ഞ പോലെ പറ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. കൂട്ടത്തിൽ പറയുക, ഉറങ്ങരുത്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇനിയൊരു ഉറക്കം വരുന്ന ഒരു ആശയത്തിലേക്ക് ഞാൻ പോകുന്നത്. ഹഗായി പ്രവചനത്തിൻ്റെ പുസ്തകത്തിനകത്തു നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആയിഷ വാക്കൊന്നുകൂടെ വായിക്കാമോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കം ഓൺ. ഹഗായി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആവർത്തിക്കുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ ചിലത്. ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ജനത്തോട് മിസ്രൈമ്യ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ദൈവം അവരെ സഹായിച്ച ഇടപെട്ട രീതികളെ കുറിച്ച് പറയുകയാണ്. ഈ വാക്യങ്ങൾ ഈ ആഴ്ചയിൽ ഞാൻ ഒരുപാട് തവണ വായിച്ചു. ഈ വാക്യം അത് വായിക്കുമ്പോഴും എൻ്റെ അകത്തേക്ക് ഇടിച്ചിടിച്ച് കയറുന്ന ചില ദൂതുകളുണ്ട്. എൻ്റെ മനസ്സിനെ ഇങ്ങനെ ആത്മാവ് ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ യഹോവയുടെ കൈ എന്നും യഹോവയുടെ ആത്മാവ് വന്നെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് യഹോവയുടെ ആത്മാവ് എന്ന പേരിൽ, ആത്മാവാണ്, പേരിൽ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ പുതിയ നിയമത്തിന്റെ ആശയങ്ങളിലൂടെ ഹഗായി പ്രവാചകൻ പഴയ നിയമത്തിലെ പ്രവാചകനായി നിന്നുകൊണ്ട് പറയാണ്, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമങ്ങൾ, നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്തൊരു ദൂതാണ്, ഞാൻ പറഞ്ഞു പോകാം. സൈന്യങ്ങളുടെ യഹോവ എല്ലായിടത്തും ഇങ്ങനെയൊന്നും പറയപ്പെട്ടിട്ടില്ല. ഇത് ആര് പറയുന്നു എന്ന് പറയുമ്പോൾ യഹോവ പറയുന്നെന്നോ യഹോവയുടെ ദൂതൻ പറയുന്നെന്നോ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ചില ഇടങ്ങളിൽ മാത്രമാണ് പ്രവാചകന്മാര് നിങ്ങളോട് അരുളി ചെയ്യുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ് എന്ന് പറയുന്നത്. അതെ, ആ പറച്ചിലിന്റെ പിന്നിൽ തന്നെ ഒരു കാര്യമുണ്ട്. അവരുടെ ഓരോ ആശയം നമ്മൾ കേൾക്കുമ്പോൾ ആ ആശയത്തിനവിടെ കർത്താവ് എന്ന് നമ്മൾ കേൾക്കുമ്പോഴും യേശു എന്ന് കേൾക്കുമ്പോഴും ഇമ്മാനുവേൽ എന്ന് കേൾക്കുമ്പോഴും ഒക്കെ ഒന്നല്ല വരുന്നത്. ഇമ്മാനുവേൽ എന്ന വാക്ക് കൂടെയുണ്ട് എന്നുള്ള ആശയമാണ്, ഒരേ ആശയമാണ് നമ്മുടെ അകത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പേരുകൾ, ദൈവത്തിന്റെ പല വ്യക്തിത്വങ്ങൾ വഴി തൻ്റെ പേരുകളെ ഡിസൈൻ ചെയ്ത് അവരുടെ മനസ്സിനകത്തേക്ക് കൊടുത്തപ്പോൾ ആ പറച്ചിലിലൂടെ അവരുടെ മനസ്സിലേക്ക് ഉയർന്നു പൊങ്ങേണ്ട ചില മാനസികാവസ്ഥ ദൈവം നേരത്തെ കണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എങ്കിൽ യഹോവയുടെ ഈ പ്രവാചകന്റെ ശൈലിയായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല ഇത്. കാരണം എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. സൈന്യങ്ങളുടെ യഹോവ പറയുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധവീരനായ യഹോവ യുദ്ധം ചെയ്യാൻ അവർക്ക് വേണ്ടി ഈ നിങ്ങളുടെ കാര്യത്തിനകത്ത് റെഡിയായി നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. ഇപ്പോൾ പുതിയ നിയമത്തിനകത്ത് നിൽക്കുന്ന പുതിയ നിയമ വിശ്വാസികളോട് പഴയ നിയമത്തിനകത്ത് നിന്ന് പുതിയ നിയമ ചിന്തകൾ പോലെ ഒരു ആശയം ഞാൻ പറയുമ്പോൾ, യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി ഒരു കർത്താവുണ്ട്. ആമേൻ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ദൈവം നിന്നെയും കൊണ്ട് യുദ്ധഭൂമി നിർത്തും. ആമേൻ. നിന്നിലൂടെയാണ് കർത്താവ് യുദ്ധം ചെയ്യുന്നത്. ആമേൻ. ഒത്തിരി പറഞ്ഞു പോയ കാര്യങ്ങൾ എങ്കിലും കയറി വരുന്നതുകൊണ്ട് പറയാണ്. വഴിയെ പോയപ്പോൾ
തോട്ടിലിറങ്ങി കല്ല് പെറുക്കുന്നതിൻ്റെ കാര്യം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ. കല്ലിന് കൃത്യമായി ചെന്ന് പതിക്കേണ്ട സ്ഥലമുണ്ടെന്ന് ദാവീദിന് കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നേരെ രാജകൊട്ടാരത്തിൽ ചെന്ന് അവന് പറ്റുന്ന ഒരു നല്ല വാളെടുത്തുണ്ട് അവന് പറ്റുന്ന ഒരു പടച്ചട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ കല്ലുവായി പോയതിൻ്റെ പിന്നിൽ കാര്യം ആയുധങ്ങളെക്കാൾ പ്രാധാന്യത അവൻ്റെ മുമ്പിൽ ഒരു പരിചാരകനുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എൻ്റെ ഒരു നല്ല ചിന്തയാണ്. ഈ ഗോലിയാത്തിൻ്റെ കൂടെ ഒരു പരിചാരകനുണ്ട്. അവനാണ് ഗോലിയാത്തിൻ്റെ വാളൊക്കെ പിടിക്കുന്നത്. എപ്പോഴാണ് ഗോലിയാത്ത് വീണ അപ്പൊ തന്നെ ആദ്യം പരിചാരകൻ ഓടി. എന്നാൽ ദാവീദിന് പറയാനൊരു പരിചാരകനുണ്ട്, യഹോവ എൻ്റെ പരിപാലകൻ, പരിചാരകൻ. ആമേൻ, ഹല്ലേലൂയ. യഹോവ എൻ്റെ പരിപാലകൻ, പരിചാരകൻ എന്നൊക്കെ പറയണം. ഇത് ഈ ഇത് ഒരു ഭാഗങ്ങളിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. വനാന്തരങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയമുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്നവരെയും വലിപ്പമുള്ളവരെയൊക്കെ യുദ്ധത്തിന് ഇശയായി പറഞ്ഞു വിടുവാൻ നേരത്ത് ദാവീദിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, ഇവൻ പട്ടാളക്കാരനാകത്തില്ല, ഇവൻ ആരാകത്തുള്ളൂ? ഇടയനാകത്തുള്ളൂ. നീ ഇടയനാകുക. പക്ഷെ അവിടെ പോയിരുന്നുകൊണ്ട് താൻ പാടിയ പാട്ടുകളൊക്കെ അസാധാരണ പാട്ടുകളാണ്. പാടിയത് യഹോവ എൻ്റെ ബലം, യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ. അവിടെ ഇരുന്നുകൊണ്ട് അവനൊരു പരിചാരകനെ കണ്ടെത്തിയപ്പോൾ അവനൊരു യഹോവ യുദ്ധവീരനായി ഇറങ്ങി. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ ഈ രാജാവ് എന്ന് പറയുന്ന നേരത്തെ പ്രസംഗിച്ചിട്ട് റോയൽ പ്രീസ്റ്റ്ഹുഡ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം. ബെന്യാമിൻ ഗോത്രത്തെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. ആ സമയങ്ങളിൽ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ വചനത്തെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ പറയുന്ന ഉത്സവങ്ങൾക്കകത്തൂടെ താഴോട്ട് ഇറങ്ങാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പോരടിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, മിസ്രൈമിൽ നിന്ന് അവർ പോരുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു നിയമം ചെയ്തിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം വിടുക. ഒരു നിയമം ചെയ്തിട്ടുണ്ട്. ആ നിയമം എന്തുവാണ്? എന്നാ പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ട് മാറത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ മത്സരവും ആഭിചാരവും ഉള്ള ജനം. ലേവ്യ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, 38 വർഷം എനിക്ക് ആ ജനത്തോട് നീരസം ഉണ്ടായിരുന്നു. എത്രയാ? 38 വർഷം. അതുപോലെ ആയിരുന്ന സ്വഭാവം. എന്നിട്ടും ആ മേഘം മാറിയിട്ടില്ല. താഴെ വന്നിരുന്നു കൊണ്ടിരുന്ന പാറ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു അവരെ വിട്ട് മാറിയിട്ടില്ല. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവിന്റെ പ്രോമിസുകൾക്കായി സ്തോത്രം. കാര്യം ഞാനങ്ങനെ ഇട്ട ചോടിയനെ, പറഞ്ഞ വാക്ക് മാറ്റി പറയാത്തവനായതുകൊണ്ട് അവനത് തുടർന്നു വന്നു. എന്നാന്നറിയാവോ, ഇത് നിങ്ങളോടുള്ള ദൂതായിട്ട് പറയാം, എനിക്കിതിനകത്തുനിന്ന് ഒരു ജനറേഷന് വേണം. ക്ഷമിച്ച് സഹിച്ച് നീരസം കണ്ടില്ലെന്ന് നടിച്ച് നിൽക്കുന്നതിന്റെ പിന്നിൽ എനിക്കായിട്ടൊരു തലമുറ പുറത്തു വരും. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം. നിങ്ങൾക്ക് പലർക്കും സ്തോത്രം പറയാനുള്ള ആരോഗ്യമില്ലെന്ന് തോന്നുന്നു, എങ്കിലും ഞാനത് തന്നെ പറയാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നതിന്റെ പിന്നിലെ കാര്യം, ഇപ്പം നിങ്ങൾ മത്സരിച്ചാലും, ഇപ്പം നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തോടും മോശയോടും ഒരുപോലെ മറതിരിച്ചാലും, എനിക്കറിയാം ഇതിനകത്തുനിന്ന് എനിക്ക് വേണ്ടി ഒരു തലമുറ വഴിതിരിഞ്ഞു വരും. അങ്ങനെ മുണ്ടക്കയത്തുനിന്ന് ഒരു തലമുറ വരും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ കാലഘട്ടത്തിൽ ആകണമെന്ന് ഞാൻ ആഴമായി ആഗ്രഹിക്കുകയാണ്. കർത്താവ് അതിനായി നിങ്ങൾ ഒരുക്കട്ടെ. വാക്ക് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാനിത് പറയണമെന്ന് വിചാരിച്ചല്ല. ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള ചില വാക്കുകൾ ഇവിടെ പാട്ടിലൂടെ വന്നതുകൊണ്ട് പറയാണ്. ഇന്ന് പകലും ഞാൻ ഈ വാക്ക് പറഞ്ഞ് ഈ ആശയത്തെ വിടുകയാണ്. ഭയപ്പെടേണ്ട, യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. ആക്ച്വലി ഇത് പഴയ നിയമത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ നിയമത്തിന്റെ ദൂതാണ്. നീ ഒരിക്കലും ഭയപ്പെട്ടു പോകണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഓമേൻ, ഹല്ലേലൂയ. ഇത് ഒത്തിരി കേട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, നിങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, എനിക്കത് ഇന്നും വലിയ കാര്യമാണ്.
ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടല്ലോ, കൂടെ നിൽക്കുന്നവരൊക്കെ മാറി പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പ്രതീക്ഷിച്ചവർ പോലും നമ്മളെ സഹായിക്കാതിരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്ക്, അത് പിള്ളേർ ചോദിച്ചാലും വൈഫ് ചോദിച്ചാലും, ചിലതിനൊന്നും ഉത്തരമില്ല. പക്ഷെ ഉത്തരം പറയാൻ എനിക്കൊരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഞാൻ ആ വ്യക്തിയായതുകൊണ്ട് ഞാൻ ഇന്ന് പകലും പറയും, ഭയപ്പെടേണ്ട, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. കരം ഒന്ന് ഉയർത്തി കർത്താവിനോട് പറ, നിന്റെ സകല വിഷയങ്ങൾക്കകത്തും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. അത് മരുഭൂമിയുടെ നടുവിലും കടലിന്റെ നടുവിലും തിരമാലയുടെ നടുവിലും ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധിയുടെ നടുവിലും ഏത് സമയത്തും ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, യേശുവിനെ നിന്റെ മുഖത്ത് നോക്കി ഒന്നേ പറയാനുള്ളൂ, നിന്റെ പ്രതിസന്ധികളെ നീ നോക്കി പ്രയാസപ്പെടേണ്ട, ഇന്ന് പകലും ഞാൻ അവിടെ ഉണ്ട് നിനക്ക് വേണ്ടി. കടലിന്റെ നടുവിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഞങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ ആ വിചാരപ്പെടലിനെ നോക്കി ആദ്യം യേശു ശാസിച്ചത്, നിങ്ങൾ അല്പ വിശ്വാസികളായി പോയല്ലോ. ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ അല്പവിശ്വാസികളായി പോയല്ലോ. രണ്ടാമതാണ് കടലിനോടും തിരമാലയോടും യേശു തിരിഞ്ഞു സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ഇന്ന് പകല് വിശ്വസിച്ചുകൊണ്ട് മനസ്സിലാക്കിയോ, നമ്മുടെ അകത്തെ കിടക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ സകലതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കി നിൽക്കെ ഈ ദൂതിൻ്റെ ഈ അനിവാര്യമായ ഇടപെടൽ ഈ പ്രായത്തിൽ ഈ നിമിഷങ്ങളിൽ വളരെ നിർബന്ധിതമാകുകയാണ്. ഇപ്പോഴും നിന്റെ പ്രശ്നങ്ങളെ നോക്കി യേശുവിനെ വിളിക്കാനല്ല, തിരിഞ്ഞ് പ്രശ്നങ്ങളോട് പറയുക, എനിക്കൊരു യേശു ഉണ്ട്. പിള്ളേരെ, നിങ്ങൾ നിന്റെ ആവശ്യങ്ങൾ അപ്പനോട് പറയുന്നതിനേക്കാൾ നന്നായിട്ട് ആരോട് പറയണം? ഈ ദിവസങ്ങളിൽ ഞാൻ പിള്ളേരെ ഫ്രണ്ട് എത്തി അവരെ നോക്കി ഞാൻ പ്രസംഗിച്ചോളാം. അവൻ ആരോട് പറയണം? യേശുവിനോട് എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും പറയാതെ യേശുവിനെ പ്രശ്നങ്ങൾ പറ. ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഞാൻ ആരാണെന്നറിയാവോ? ഞാൻ ആരുടെ മകനാണെന്ന് നിനക്കറിയാവോ? ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ ആരാണെന്ന് ഈ ലോകത്തെ വെളിപ്പെടുത്തി കാണിക്കാൻ. ലോകത്തെ മാത്രമല്ല, ലോകത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിലും ഞാൻ ആരാണെന്ന് കാണിക്കും. അതല്ലേ മോശയോട് പറഞ്ഞേ, നീ ആരാണെന്ന് ഞാൻ ആ ഫറവോന്റെ മുമ്പിൽ കാണിക്കാൻ പോവുക. നീ തോറ്റതാണ്, പേടിച്ചതാണ്, ഓടിയതാണ്, നീ 40 വർഷം ഭയന്നിരുന്നവനാണ്, റെഡിയാണ്. പക്ഷെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നിന്നെ നിർത്താൻ പോവാണ്. ഇതൊരു ദൂതാകട്ടോ. ഈ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് അറിയത്തില്ലെങ്കിൽ ഇതൊരു ദൂതാണ്. അല്ലല്ലേ, നിങ്ങളെ കാണിക്കാൻ പോവുക. നിങ്ങൾ അറിഞ്ഞാലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അതിനുള്ള പ്രിപ്പറേഷൻ മുഴുവൻ നിങ്ങളുടെ അകത്ത് ചെയ്ത ഒരു കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ചെയ്തു തരാന്നല്ല, അത് നിങ്ങളുടെ അകത്ത് ചെയ്തു വെച്ചിട്ട് ആ ദൂത് നിങ്ങളുടെ അകത്ത് പറഞ്ഞുറപ്പിച്ച് നിങ്ങളെ പുറത്തിറക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. വടിയൊക്കെ വെറുതെ കൊടുത്തേക്കുന്നല്ല, കൃത്യസമയത്ത് ഉപയോഗിക്കാൻ കൊടുത്തേക്കുന്നു. ഹല്ലേലൂയ. അന്ന് വരെ ഒരു ഓഞ്ഞ വടിയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. പക്ഷെ തളിർക്കുന്ന ഒരു വടി, ഹല്ലേലൂയ, പൂക്കുന്ന ഒരു വടി, അധികാരത്തിന്റെ വടി മോശയുടെ കൈ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതുകൊണ്ട് ഇങ്ങനെ ഉപയോഗം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഫറവോന്റെ മന്ത്രവാദികൾക്ക് ഹല്ലേലൂയ ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങളെയും അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കാൾ വലുത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം തന്റെ, അല്ലേ, ഈ ഇന്നലെ രാത്രി ഞാൻ ഒരാളോട് സംസാരിച്ചു, നിന്ന് പാസ്റ്ററാന്ന് പറഞ്ഞ് നടക്കുകയാണ്, അത്ഭുതത്തെയൊക്കെ വെറുതെ അങ്ങ് കട്ടിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാത്താൻ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതത്തെ നീ എന്തിനാ മറിച്ച് കാണിക്കുന്നേ? കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. ഇന്നലെ ബാക്കി എടുത്തിട്ട് വന്നേക്കാണ്. ഇനി വെളിപ്പാട് പുസ്തകത്തിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഭരണാധികാരി വന്ന അത്ഭുതമൊക്കെ ചെയ്ത് അടയാളമൊക്കെ ചെയ്ത് കാണിക്കുമെന്ന്. നിങ്ങളെല്ലാം അങ്ങോട്ടാ പോകുന്നത്. ഞാൻ പറയണു, അവനത് ചെയ്യട്ടെ. കർത്താവിലൂടെയുള്ളത് നിങ്ങൾ എന്തിനാ എതിർക്കുന്നേ? അവിശ്വാസത്തിന്റെ കൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ രീതിയിലും പോലും എഫക്റ്റഡ് ആകാൻ പാടില്ല. ഈ പകരം നമ്മുടെ അകത്ത് അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ നസ്രത്തിൽ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. നസ്രത്തിൽ ഇച്ചിരി പാടായിരുന്നു. കാര്യം ചേട്ടനും അനിയന്മാരിൽ നിന്ന് പറയാണ്, ഇവർ ആരാ
പിന്നാരാ യോസഫിന്റെ മകനാണ്. ആ മറിയ കൊച്ചമ്മയുടെ മകനാണ് യോഹന്നാൻ. യൂദാ യോസ എന്നൊക്കെ പറയുന്നവരുടെ സഹോദരനാണ്. ഇവനൊരു തച്ചൻ കൊച്ചനാണ്. 30 വയസ്സ് വരെ എനിക്കറിയാം, പല പ്രാവശ്യവും പലയിടങ്ങളിലും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു അഭിപ്രായം. ആ അഭിപ്രായം കൊണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ കൂടെ നടന്ന അന്ന് വരെ വളർത്തിയ അമ്മ പറഞ്ഞു, ഇനി ഞങ്ങൾ തമ്മിലൊന്നുമല്ല, അവൻ വല്ലതും പറഞ്ഞ ചെയ്താൽ മതി. ഹല്ലേലൂയ. അതിനി വെള്ളം വീഞ്ഞാക്കാനും അവന് പറ്റും. ആമേൻ. ഇന്ന് പകല് അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മിറക്കിൾ ഹാർവസ്റ്റ് ആമേൻ പറഞ്ഞില്ലേ, പിന്നെ ആരാമേൻ പറയുന്നത്? അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ഈ ചില കാര്യങ്ങൾ മുമ്പിലുള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന ചില ഭാഗങ്ങൾ ഉത്സവങ്ങളെ കുറിച്ചായിരുന്നു. അത് പറയാനുള്ള കാര്യം, ഹഗ്ഗായി എന്ന പേരിന്റെ അർത്ഥം ഉത്സവത്തിൽ ജനിച്ചവനാണ്, അവധിക്കാലത്തിൽ ജനിച്ചവനാണ്, സന്തോഷത്തിൽ ജനിച്ചവനാണെന്ന അർത്ഥം. ഉത്സവത്തിൽ ജനിച്ചത്, ഉത്സവം എന്ന് പറഞ്ഞാൽ അവർ അവധിക്കാലമാണ്, ഉത്സവം എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തിന്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ അവനെ ജനിച്ചത് കൊണ്ടാണ് ആ പേരിന്റെ അർത്ഥങ്ങളെല്ലാം അവന് വരുന്നത്. അതുകൊണ്ട് ഉത്സവങ്ങൾ, ഹോവയുടെ ഉത്സവങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പെസഹ, ആബീബ് മാസത്തെ പെസഹയെ കുറിച്ച് ചില കാര്യങ്ങൾ, ഒന്നുവാ യേശുക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. അടുത്ത ഭാഗത്തിലേക്ക് ഞാനൊന്ന് തിരിയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അവരാദ്യം ആചരിച്ച പെസഹ പോലെ ആയിരുന്നില്ല അടുത്ത വർഷങ്ങൾ തുടങ്ങി. അല്ലെങ്കിൽ അവർ കനാൻ ദേശത്ത് ചെന്ന ശേഷം ദൈവം അവർക്ക് കൊടുത്ത പെസഹയുടെ രീതികളൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ രീതികൾ മാറ്റിയപ്പോൾ ചിലതൊക്കെ പുതുതായി ആഡ് ചെയ്തു. അന്നില്ലാത്ത, എന്നാ അവരറിയാതെ ചെയ്തു പോയ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഞാൻ ഇന്ന് പകല് പറയാം, ആരാധനയ്ക്കകത്തും വർഷിപ്പിനകത്തും ഒക്കെ മിസ്റ്ററികളുണ്ട് എന്ന് പറഞ്ഞാട്ടെ, രഹസ്യങ്ങളുണ്ട്. നിങ്ങളൊരു മർമ്മമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളൊരു രഹസ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കരുത്. ആരും അറിയാൻ വയ്യാത്ത ഒരാളാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി രഹസ്യമാണ്. നിങ്ങൾക്ക് പോലും അറിയാൻ വയ്യാത്ത രഹസ്യമാണ്. രഹസ്യങ്ങളെ റിവീൽ ചെയ്യുവാൻ ദൈവപുത്രന്മാരായി നമ്മളെ മാറ്റി എന്ന് പറഞ്ഞാൽ, രഹസ്യങ്ങളെ, മുണ്ടക്കയം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രഹസ്യങ്ങളെ റിവീൽ ചെയ്യാൻ ദൈവം അപ്പോയിന്റ് ചെയ്ത ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങൾ. ഉറക്കത്തിലാണെങ്കിൽ അത് കേൾക്കണം. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിന്റെ പുത്രന്മാരായി മുണ്ടക്കയത്ത് ദൈവം തന്റെ ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ റിവീൽ ചെയ്യുവാൻ. റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുമ്പിൽ പോയി പറയുക എന്നല്ല, ആൾക്കാർ കാണത്തക്ക രീതിയിൽ അനുഭവമാക്കുന്ന റിവൈവലായി ഇവിടെ തുടങ്ങട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊക്കെ വരും. എൻ്റെ മനസ്സിനകത്ത് ഇന്നലെയൊക്കെ വന്നൊരു കാര്യമാണ്. ഈ ഒന്നാം തലമുറ, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഞാനൊരു കാര്യം പറയാൻ പോയി, അല്ലെങ്കിൽ എന്നെ നാളെ എടുത്തിട്ട് പോയി എന്നെ ഇട്ടെങ്കിലും. അല്ല, ദൈവം യോസഫിനോട് ഇടപെട്ടതുപോലെ അല്ല അടുത്ത തലമുറകൾ വന്നത്. ഇവരാരും വാക്തത്വം എന്നതിൽ നിന്ന് പുറത്തായിരുന്നു, കേട്ടവരായിരുന്നു. പക്ഷെ ഒരു തലമുറ വാക്തത്വത്തിലേക്ക് ഓടിക്കേറുന്നത് നിങ്ങൾ കണ്ടോ? പറഞ്ഞത് ദൈവം തലമുറകളിലേക്ക് നിവർത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വത്തിന്റെ ആചാരം നിങ്ങളുടെ അകത്തിരിക്കെ വാക്തത്വങ്ങൾ മുഴുവൻ പുറകെ കിടക്കുക. മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞെന്നറിയാം, ആദിമ സഭ കാണാത്തത് അന്തിമ സഭ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൽക്കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കും. അല്ലേ? ലാസറിനെ ഉയർപ്പിക്കുന്നു, നൈലില് വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു, കണ്ണു കാണാത്തവനെ ഉയർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ പറയാം, സ്വോത്രം പറയണേ. എനിക്ക് വലിയൊരു ദൂത് പറയാനുണ്ട്, ഒരു ഹാർവസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് പറയാൻ വേണ്ടി ഈ ഒരുക്കം, അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് ഓടിയനെ. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുമ്പോൾ ഈ ശിഷ്യന്മാരുടെ മനസ്സ് മാറണം എന്ന് ദൈവം ആഗ്രഹിച്ചില്ലേ? യേശു ആഗ്രഹിച്ചില്ലേ? കാരണം എന്താ?
ഞാനിവിടെ നിന്ന് 3.5 വർഷം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഇത് അവർ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കയറുമ്പോൾ പത്രോസ് യോവേൽ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ച ദൂത് എടുത്ത് പ്രസംഗിക്കുകയാണ്. നിന്റെ പുത്രന്മാർ പ്രവചിക്കും, ആമേൻ. യൗവനക്കാർ ദർശനങ്ങളെ കാണും, ആമേൻ. വൃദ്ധന്മാർ അത്ഭുതങ്ങളെ ചെയ്യും. അടുത്തൊരു തലമുറ അത്ഭുതങ്ങളെ ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നവരായിരിക്കും. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഹല്ലേലൂയ 3000 5000 പ്രസംഗങ്ങൾ കൊണ്ട് എഴുന്നേൽപ്പിച്ചിട്ട് പുറത്തിറങ്ങി നിന്ന് അല്ലെങ്കിൽ മുടന്തനായ വ്യക്തിയെ അത് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അതിനേക്കാൾ വലുത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. യെരൂശലേമിലേക്ക് ഒതുങ്ങിപ്പോയ പത്രോസിൽ തുടങ്ങിയ സഭയെ ഒതുങ്ങാനായിട്ട് വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ ന്യായപ്രമാണത്തിനകത്ത് നിന്ന് ഒരുത്തനെ ഊരിയെടുത്ത് ജാതികളെ അപ്പോസ്തലനാക്കി രാജ്യങ്ങളിലേക്ക് ഓടിച്ചു കയറ്റുന്നത് സഭയെ ഒതുങ്ങാനല്ല, വലുതാകാൻ വേണ്ടിയാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് പത്രോസും കൊണ്ട് തീരുകയല്ല, തിമോഥെയോസിനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, ഇന്ന് വരെ അവര് കേട്ടിട്ടില്ലാത്തത് എനിക്ക് നിന്നോട് പറയാനുണ്ട്. അവർ ചെയ്തതിലും അധികം നിന്നിലൂടെ ദൈവം ചെയ്യും. ഞാൻ ഒരു ദൂത് സഭയോട് വിളിച്ചു പറയാം, കേൾക്കുന്നവർക്ക് ചെവിയുള്ളവർ കേട്ടോണം. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെക്കാൾ വലുത് ദേശം കാണത്തക്ക രീതിയിൽ സഭയെ ദൈവം നിർത്താൻ പോവുകയാണ്. ഒരു രാജ്യത്ത് ഈ ഇതിനകത്തൊരു പ്രവചനമുണ്ട്, ഞാൻ രാജ്യങ്ങളെ ഇളക്കും, ഭരണകൂടങ്ങളെ മറിച്ചു കളയും. രാജ്യങ്ങളും ജാതികളും അവരുടെ പ്രാബല്യത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ സഭയ്ക്കുള്ള പ്രോമിസാണ്, ഞാൻ അതിനെ മറിച്ചു കളയും. ദൂതിനെ അതിങ്ങനെ സ്വീകരിക്കുന്നത് മുണ്ടക്കയത്ത് വളർന്നു നിൽക്കുന്ന ഒന്ന് കട്ട് ചെയ്തു, ജാതികളെ മറിക്കാം. പ്രവാചകനെ താഴ്വരയിൽ കൊണ്ടു നിർത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രവചിക്ക്, ഞാനിതിനെ എഴുന്നേൽപ്പിക്കാമെന്ന് പറയുന്നത് ഒന്നും വെറുതെ അല്ല. അത് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ്. താഴ്വരയിൽ കുന്നിന്റെ മേളിൽ നിന്ന് വീണ് അസ്ഥിയോട് വേർപിരിഞ്ഞ് മാറി നിൽക്കുന്നതിനെ കാറ്റ് പോലെ വരുന്ന ശ്വാസം കൊണ്ട് യോജിപ്പിച്ചൊരു മനുഷ്യനാക്കാന്നല്ല, സൈന്യമാക്കാനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു പ്രവചന ശബ്ദം മുണ്ടക്കെ നോക്കി പറയാണ്, ഇന്ന് എവിടേക്കോ വേർതിരിച്ച് കിടക്കുന്ന അസ്ഥികൾ ഒരു സൈന്യമായി രൂപപ്പെട്ട് ദൈവത്തിന്റെ ശക്തമായ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ തുറന്നു വരും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്ന് പറഞ്ഞ ഞാൻ ചെയ്തതിലും അധികം. അമ്മേ എവിടെ നിന്നാണ് അങ്ങോട്ട് ഓടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രവാസത്തിൽ മിസ്റ്ററികളെ പറഞ്ഞിരിക്കുന്നത്. പെസകയ്ക്കകത്ത് ഒരുപാട് മിസ്റ്ററികൾ ഉണ്ടായിരുന്നു. പെസക തന്നെ ഒരു മിസ്റ്ററിയാണ് അല്ലെ. പെസകയുടെ മിസ്റ്ററി കാൽവറിയിൽ ഒരുവൻ തകർക്കപ്പെടാൻ പോകുന്നു എന്നാണ്. ഹല്ലേലൂയ. അത് അവിടെ മാത്രം കൊടുത്ത കാര്യമല്ല, മറവിൽ മറഞ്ഞിരുന്ന, മരത്തിന്റെ മറവിൽ മറഞ്ഞിരുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്തിനാ മറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ നഗ്നരാകൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. സാധാരണ പരിപാടിയാ. ദൈവത്തിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുക, മറച്ചിരുത്തുക. ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പകരം ഞാൻ പറയാം, ദൈവം നിന്റെ അകത്തിട്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ വെളിപ്പെട്ട് വരണം. നീ നഗ്നനായെന്ന് ആരാ പറഞ്ഞേ? ദൈവത്തിന്റെ മനോഭാവം എപ്പോഴും അങ്ങനെയാണ്. അന്ന് അവന് ഉടുപ്പിച്ച ഒരു ഉടുപ്പുണ്ട്. ഒരു മൃഗത്തെ അറുത്ത് യാഗം കഴിച്ചത് ഉടുപ്പിച്ചു. ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാട്. പെസക എന്താണ്? പെസക മരണം മാറി ജീവൻ. സഭ പറ,
മരണം. മിസ്രൈമിലെ സകല കടിഞ്ഞൂടുകളുടെ മേലും മരണം കയറുമ്പോൾ, സകല കുടുംബങ്ങളുടെ മേലും മരണം കയറുമ്പോൾ, ഗോശൻ ദേശത്ത് പാർക്കുന്ന ദൈവജനത്തിന്റെ വീട്ടിനകത്ത് ജീവൻ വെളിപ്പെട്ടു. എന്നോടൊരു ദൈവശബ്ദം പരിശുദ്ധാത്മ പറയുന്നു, ദേശത്തിലെ മരണങ്ങളെ മാറ്റാൻ ജീവനായ ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ തയ്യാറുള്ളവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ദേശങ്ങളെ വിട്ട് ചില മരണങ്ങൾ മാറുകയാണ്. വിമർശനമായാലും കുഴപ്പമില്ല, ആത്മാവിൽ ഞാൻ പറയുന്നു, മരണത്തെ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം നിന്റെ നാവിന്റെ മേൽ ദൈവം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ യാത്ര തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഈ കയറി വരുന്നിടത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം നിന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് ബോധക്ഷയം സംഭവിച്ചു. പെട്ടെന്ന് ബോധക്ഷയം, ഒരു കൈമാറി പെട്ടെന്ന് പുറത്തോട്ട് എടുത്തു. ഞാൻ പുറയിൽ ഇറങ്ങി താഴെ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ കയ്യിലേക്ക് ആ കുഞ്ഞ് വരുന്നത്. പെട്ടെന്ന് കർത്താവിന്റെ പേര് പറഞ്ഞ നെഞ്ചത്തിന് 5 അടി എടുത്ത് പെട്ടെന്ന് അവന്റെ ബോധം വന്നു. പെട്ടെന്ന് പിന്നെയും ബോധം പോയി. ഞാൻ വീണ്ടും അവനെ അടിച്ചു. അതിനകത്തുനിന്ന് ഒരു ഡോക്ടർ ഇറങ്ങി വന്നു, തൊട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അടുത്ത വണ്ടിയെ കയറ്റി ഞാനവിടെ കൂടി അടുത്തൊരു ഓട്ടോയിൽ കയറ്റി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മരണം ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന്? പെട്ടെന്ന് മറിഞ്ഞു പോയ എൻ്റെ കണ്ണുകളെ കണ്ട് ഞാനും ഭയന്നു. ആ ഡോക്ടർ ഭയപ്പെടുന്നത് ഞാൻ കണ്ടു. ആ ഡോക്ടറും കയറിപ്പോയി. മുണ്ടക്കയത്തേക്ക് വന്ന ഒരു ഡോക്ടറാണ്, ബസ്സിൽ വന്ന ഡോക്ടർ. അവളും കയറിപ്പോയി. സീരിയസ് ആയതുകൊണ്ടാ പോയെന്നറിയാം. പക്ഷേ പെട്ടെന്ന് അവൻ്റെ കണ്ണ് തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടു. ഞാനിങ്ങനെ തട്ടി വിളിക്കുമ്പോൾ എൻ്റെ അകത്ത് ഇന്നലെ മുതൽ വ്യാപരിക്കുന്ന ഒരു ജീവന്റെ ദൂത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ദൈവം ചിലയിടങ്ങളിൽ നിർണായകമായ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യാൻ പോവുക. ചില കുടുംബങ്ങളിലെ മരണങ്ങളെ ക്യാൻസൽ ചെയ്യുവാൻ നിന്റെ അകത്ത് വാഴുന്ന ജീവന്റെ ദൂത് നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് ഹോസ്പിറ്റലല്ല നമ്മൾ അങ്ങനെ അന്വേഷിക്കേണ്ടത്. ജീവന്റെ മേൽ വാഴ്ച നടത്തുന്ന ഒരു പുത്രനാണ് നീ എന്നറിയണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടൊരു വാക്കുണ്ട്, 110-ാം സങ്കീർത്തനം 1-ാം വാക്യം. നിങ്ങളത് വായിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് യഹോവ തന്റെ കർത്താവിനോട് പറയുന്നു, നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. ഞാൻ സിയോനിൽ നിന്ന്, സിയോൻ ഞാൻ ആവർത്തിക്കുന്നു, സിയോൻ എന്ന് പറയുന്നത് സഭയാണ്. അവന്റെ ചെങ്കോലൂതും സഭ അധികാരം ഉപയോഗിക്കുന്ന അതിന്റെ താഴെ ഒരു പദം കിടപ്പുണ്ട്. സിയോനോട് പറയുന്ന നിങ്ങൾ വാഴുക, നിങ്ങൾ വാഴുക. ആദാമിനോട് പറഞ്ഞ അതേ വാക്ക്, നിങ്ങൾ വാഴുക. എത്ര പേരെ കേൾക്കുന്നുണ്ട്? വാഴ്ച നടത്തിയെടുത്തെല്ലാം ജീവൻ ഉണ്ടായിരുന്നു. ആദാമിന് ജീവൻ ഉണ്ടായിരുന്നപ്പോഴോ ആ ദൂതിന് പ്രാധാന്യതയുള്ളൂ. ജീവൻ പോയപ്പോൾ ആദാമിന്റെ വാഴ്ച നിന്നു. ജീവിപ്പിക്കുന്ന ആത്മാവായി നിങ്ങളുടെ അകത്ത് നിൽക്കുന്ന സിയോനായി സഭയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുള്ള ദൂതാണ്. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു. ആമേൻ പറയുന്നവർക്കായി സ്തോത്രം. നിങ്ങൾക്ക് ആമേൻ പറഞ്ഞില്ല, പിന്നെ ആമേൻ പറയുന്നത് വെപ്പിച്ചു. മുണ്ടക്കയത്തെ സകല അധികാരം പറയുന്ന സകല ബലവാന്മാരെ അവൻ ആയുധവർഗം വെപ്പിച്ചു. ആമേൻ. ഇന്നലെ അരവിന്ദ് പാസ്റ്റർ പറഞ്ഞ ഒരു ഉദാഹരണം പറയട്ടെ. സാത്താൻ ദൈവത്തിന് എതിരല്ല എന്ന് പറഞ്ഞ്, എതിരല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന സംഭവം എതിർത്തണ്ടിയല്ല. സാത്താൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ആളല്ല. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം. പുള്ളി പറഞ്ഞത് ഇതാണ്. ഒരു കുഞ്ഞിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹം നിന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനും ആ മോനോട് നിൽക്കുവാന്ന് പറയാ. ഞാനും മോനോട് നിൽക്കുകയാണ് എന്ന് പറയാം. ഞങ്ങൾ നാളെ രാവിലെ ഞങ്ങൾ തമ്മിൽ റെസ്ലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? പോകുന്ന വഴിക്ക് ജോസാൻ എന്നെ ആദ്യം തല്ലും. കാരണം എന്തുവാ? ഞങ്ങള് ശരിയായ തണ്ടിയല്ല. അല്ല, ദൈവവും സാത്താനും ശരിയായ തണ്ടിയല്ല. ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായ ദൂതൻ മാത്രമായിരുന്നു. അവന്റെ ചെറിയ അകത്തുണ്ടായ അഹങ്കാരത്തിന് ചെവിക്ക് പിടിച്ച് പുറത്തിറക്കി വിട്ട ആളാണ്. ഇവിടെ വന്ന്
നമ്മളെ പറ്റിച്ചത് കൊണ്ടുണ്ടായ സംഭവം മാത്രമാണിത്. സാത്താൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ദോഷം എന്തായിരുന്നു? ദൈവത്തിന്റെ സമനാകുക, അല്ലേ? അറിഞ്ഞോ അറിയാതെ ഇപ്പൊ സഭയുടെ ഉള്ളിൽ പുലിയെന്ന് പറയുന്നത് സാത്താൻ എന്ന് പറഞ്ഞാലേ സഭയെ പല സഭകളും ഇപ്പോഴും ആരാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കാര്യം പറഞ്ഞ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കാൻ നേരത്ത് ഒരു ദൂതനെ, പേര് പറയാത്ത ഒരു ദൂതനെ ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ചങ്ങലയൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളു പുള്ളി. നമ്മൾ പുള്ളിനെ അല്ല വലുതാക്കേണ്ടത്, സഭ ഈ കാലഘട്ടത്തിൽ ആരാണെന്ന് തിരിച്ചറിയണം. കര ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്യാമോ? അച്ഛാ, നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ആകത്തില്ല നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞാ. അമേൻ, അമേൻ. എത്ര വലിയ പ്രശ്നത്തോടും നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിയാൽ അത് അവിടെ നിൽക്കും. യേശു ഇറങ്ങി നിൽക്കുമ്പോൾ കടല്, കാറ്റ്, തിരമാല, ഭൂതഗ്രസ്തൻ എല്ലാം അനുസരിക്കുന്നതിന്റെ പിന്നിൽ അതാരാണെന്ന് അവർക്കറിയാം. ഇപ്പം നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയത്തില്ലാത്ത പ്രശ്നമാണ്. ആരാന്ന് നിങ്ങൾ അറിയരുതെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പല പാസ്റ്റർമാരിലൂടെ പ്രവർത്തിച്ച് വെളിപ്പാട് മൊത്തം തിരിച്ചു കളയാണ്. ദൈവം സഹായിച്ച് എനിക്കതില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം. രണ്ട് കാര്യം അറിഞ്ഞാൽ, നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതൊക്കെ പുഴുവിന്റെ താഴെയാണ്. പുഴുവിന് അറിയാതെ നിങ്ങൾ ചില പുഴുവിനെയൊക്കെ ചവിട്ടിയ നിങ്ങൾ പോലും അറിയുമോ അത് ചാകുന്നത്? അത്ര അതിന്റെ താഴെ അതിനെ കൂട്ടാവുള്ളൂ. ഇത് പറഞ്ഞ് 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 പുള്ളിനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ കുഴപ്പമാണ്. അവന്റെ വെപ്പണാണ് ഈ ഭയമൊക്കെ ഇട്ടുക. ഇന്ന് പകല് കർത്താവ് ഇതിൽ നിന്ന് വലിയ മോചനങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പറയുകയാണ്. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. അപ്പത്തിന്റെ പെരുന്നാളാണ് അടുത്തത്. അപ്പത്തിന്റെ പുളിപ്പില്ലാത്ത, കുറച്ചു നേരം പറയാം, ഒരു 10-15 മിനിറ്റ് പറയാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കേൾക്കണം താല്പര്യമുള്ളവർക്കായി സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ ഒഴുക്കി മട്ടിൽ അങ്ങ് വിട്ടിട്ട് ഞാൻ പോകും. ആമേൻ. കാരണം ഇത് വെറുതെ വരുന്ന സാധനമല്ല, ആത്മാവിൽ പ്രാപിക്കുന്ന കാര്യമാണ്. ഓക്കെ, 7 ദിവസമാണ് അബീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം. 15-ാം ദിവസമാണ് ഇത് ആരംഭിക്കുന്നത്. അബീബ് മാസം 14-ാം തീയതി ഏത് ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ആരംഭങ്ങളുടെ ദിവസമാണ്, അല്ലേ? അന്ന് വരെ അത് ആരംഭമല്ലെന്നില്ല, അവർക്ക് നിയമമായിട്ട് ആചരിപ്പാൻ കൊടുത്ത് ഇത് മാസങ്ങളുടെ ആരംഭമാകട്ടെ. അബീബ് മാസം 14-ാം തീയതി, ഏപ്രിൽ 14 വരും. എൻ്റെ ജന്മദിനമാണ്. ഏപ്രിൽ 14 വരും. അതൊരു ആരംഭമാണ്. ആമേൻ. ഈ പെസഹ ആചരിക്കുന്ന ദിവസത്തിന്റെ തൊട്ട് ദിവസം മുതൽ 7 ദിവസങ്ങളാണ് അപ്പത്തിന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ, നിങ്ങൾ ബോറടിക്കണ്ട, ഇത് ഞാൻ വേഗത്തിൽ തിരിച്ചോളാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഇനി പറയുന്ന ദൂത് നിങ്ങൾ കേട്ടേണ്ട പോകുന്നത് ഇത് പറയാൻ. ഇതിന്റെ ആരംഭവും ശബത്താണ്, അവസാനവും ശബത്താണ്. ആമേൻ. എന്താണ് ശബത്ത്? 15-ാം തീയതി എന്ന് പറയുന്ന ഒരു ശബത്താണ്. അല്ലെങ്കിൽ ഈ ലേവ്യ പുസ്തകം അനുസരിച്ച് ഇത് ആചരിക്കാൻ കൊടുക്കുന്ന ദിവസത്തിന്റെ ആരംഭം ഒരു ശബത്തായിരിക്കും. അവസാനം അത് കഴിയുമ്പോഴും 7 ദിവസം കഴിയുമ്പോഴും ശബത്താണ്. ശബത്ത് എന്ന് പറയുന്ന ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. 6 ദിവസം ദൈവം ക്രിയേഷൻ നടത്തി, അല്ലേ? അവൻ സൃഷ്ടിപ്പ് നടത്തിയിട്ട് 7-ാം ദിവസം ഒന്ന് വായിച്ച് ഭാഗം ഒന്ന് വായിക്കുന്നുണ്ടായി. എന്നോട് ചോദിക്കുക എവിടെയാണ് സൃഷ്ടി നടത്തിയത്? ചോദിക്കരുത്, വായിച്ചോണം. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആമേൻ. ചൂടമന 2-ാം അധ്യായത്തിൽ അതായിരിക്കും. ഒന്ന് വായിച്ച്, ഇത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പറഞ്ഞല്ല. 2:2 1:2 വായിച്ചു. 2:1. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു.
താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. 7-ാം ദിവസം ശബത്ത് എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്. എന്ന് പറഞ്ഞേ 7-ാം ദിവസമാണ്. താൻ ചെയ്ത പ്രവൃത്തികളെ എല്ലാം അനുഗ്രഹിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തി മാത്രമേ ചെയ്യാവുള്ളൂ. എന്നിട്ട് അതിനെ ഒന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തോണം. കാരണം നമ്മുടെ പിതാവ് ഇതാണ് ചെയ്തത്, അല്ലേ? ഓരോ ദിവസവും ഓരോന്നിനെ സൃഷ്ടിച്ചിട്ട് അതിനെ നോക്കി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ അനുഗ്രഹത്തിന്റെ തുടർച്ചയാണ് അബ്രഹാമിലൂടെ നമ്മളിലേക്ക് ഒഴുകുന്നത്. അവൻ ആ ഭൂമിയെ അനുഗ്രഹിച്ച അനുഗ്രഹമാണ്. ഇതിനിടയ്ക്കൊരു ശാപമുണ്ട്, അത് പാപനിമിത്തം ഉണ്ടായതാണ്. അത് കയറി വരുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ഈ അനുഗ്രഹത്തിൽ തുടരാനുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. ക്രിസ്തുയേശുവിലൂടെ അത് നിങ്ങളുടെ മേലേക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും. പറഞ്ഞു വന്നപ്പോ പറഞ്ഞു 6 ദിവസം ജോലി ചെയ്തു, 7-ാം ദിവസം താൻ വിശ്രമിച്ചത് കൊണ്ട് 6 ദിവസത്തെയും ശുശ്രൂഷകളെ അനുഗ്രഹിച്ചിട്ട് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് താൻ അന്ന് വിശ്രമിച്ചു. ആമേൻ. അപ്പം ശബത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിശ്രമം എന്നാണ്. എന്താണ്? ആമേൻ. ഈ പുറത്തേക്ക് പോയപ്പോ ഇല്ലാതായത് എന്തുവാ? പുറത്തേക്ക് പോയപ്പോ വിശ്രമം ഇല്ലാതായി. ഇതിനകത്ത് ഇങ്ങനെ ഒരു ദൂതമുണ്ട്. അച്ഛാ പറ, വിശ്രമം അങ്ങനെ ഉണ്ടോ? അച്ഛാ നമ്മുടെ ജോലിക്കകത്ത് അങ്ങനെ ഉണ്ടോ? നമ്മളീ പറഞ്ഞ ഇത് ശനിയാഴ്ചയായിട്ടാണ് വരുന്നത്, അല്ലേ? നമുക്ക് ആരാധന ഞായറാഴ്ച. ഇതെങ്ങനെ ഞായറാഴ്ച ആയെന്നും എങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു വരാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം, അല്ല ഇത് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തും. ഈ 7-ാം ദിവസം എന്താ ചെയ്യണം? എല്ലാരും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. 7-ാം ദിവസം ഇത് ആർക്കുള്ളതാ? ദൈവത്തിന്റെ വിശ്രമ ദിവസമാണ്. അല്ലെങ്കിൽ വിശ്രാമം എന്നോ സ്വസ്ഥതയെന്നോ പറയണം. ബൈബിളിൽ ഒരു വിഷയമാണ് സ്വസ്ഥത. പുതിയ നിയമത്തിലേക്ക് അതിപ്പോ പറയണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അതൊരു അനുഭവമാക്കിയ തരുന്നത് സ്വസ്ഥത. ഈ ഏതിന് വെളിയിലേക്ക് വന്നപ്പോ വിശ്രമം നഷ്ടപ്പെട്ടു പോയി. വിശ്രമം. പക്ഷെ ദൈവത്തിലേക്ക് മടങ്ങി വന്ന എല്ലാ കണക്ഷനകത്തും, അതെല്ലാ ഉടമ്പടിക്കകത്തും ദൈവം ഈ വിശ്രാമത്തിന്റെ വെളിപ്പാട് കൊടുത്തു. 4-ാമത്തെ കൽപ്പന എന്നാന്നറിയാമോ നിങ്ങൾക്ക്? 4-ാമത്തെ കൽപ്പന ശബത്ത് ദിവസത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കാം. 10 കൽപ്പനയ്ക്കകത്ത് 4-ാമത്തെ കൽപ്പനയാണ് ആർക്ക് കൊടുത്ത? മിസ്രൈമിൽ നിന്ന് ജനം പുറത്തു വന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയാണ് എന്താ? 10 കൽപ്പന. അതിനകത്ത് 4-ാമത്തെ കൽപ്പനയാണ് ശബത്ത് ദിവസത്തെ ആ ദിവസത്തിന് പ്രത്യേകം ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ വിശ്രാമത്തിനകത്തേക്ക് കയറണം. ആമേൻ. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു 5-6 മിനിറ്റ് ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ഉളുപ്പില്ലാത്ത അപ്പത്തിന് നിങ്ങൾ ഉറങ്ങിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഈ വിശ്രാമം എന്നാന്ന് നിങ്ങൾ കേട്ടിട്ട് വേണം. അത് ഈ ചർച്ചിനോടുള്ളൊരു ദൂത, അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം. അതിന്റെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ കഴിഞ്ഞ ആഴ്ച കുറച്ച് തുടങ്ങിയിട്ടാണ് ഇതേട്ട് കയറി പിടിക്കുന്നത്. ഈ 6 എന്നുള്ള കണക്കിനകത്ത് ദൈവം എല്ലാ പൂർണ്ണതയും അവസാനം കൊണ്ടെത്തിച്ചിട്ട് 7-ാം ദിവസം പൂർണ്ണമായി. എല്ലാം പൂർണ്ണമായി. 7 പൂർണ്ണതയുടെ സംഖ്യ. അന്ന് എന്നാ? വിശ്രാമമാണ്, സ്വസ്ഥതയാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയും, സ്വസ്ഥത ഇല്ലാത്തടത്ത് സ്വസ്ഥത വരുത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ. രക്തസ്രാവക്കാരിയുടെ സ്ത്രീയെ അറിയാം. ഒരു ദുരാത്മാവാണ് ഇവളുടെ പിറകിൽ. രോഗമല്ല, ഇവളുടെ പരവേശത്തിനും സാമ്പത്തിക നഷ്ടത്തിനും എല്ലാത്തിനും കാരണക്കാരി ആരാണ്? അവളിൽ ഉള്ളിൽ വ്യാപരിച്ച ഒരു ദുരാത്മാവാണെന്ന് മനസ്സിലാകുന്നു.
അവൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനം, എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ല. എന്നെ കേൾക്കുന്നവരോട്, ഓൺലൈനിലൂടെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, സ്വസ്ഥതയില്ല, സമാധാനം ഇല്ലെങ്കിൽ അത് തരാൻ വന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിനെ അവൾ കണ്ടപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ഈ വിടുതൽ പ്രാപിച്ചിരിക്കും. അവൾ യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ട് അവിടെ ഉള്ളിൽ വ്യാപരിച്ച ദുരാത്മാവിനെയും അവിടെ വീട്ടിൽ വ്യാപരിച്ച അസമാധാനത്തെയും ഒരുപോലെ മാറ്റി. ആമേൻ. ഇന്ന് ഞാൻ ആത്മാവിൽ ഇത് കേൾക്കുന്നവരോടായിട്ട് പറയുന്നു, നിന്റെ വീട്ടിലെ അസമാധാനത്തെ മാറ്റാനും നിന്നിലെ രോഗത്തെ മാറ്റാനും എൻ്റെ യേശുവിന് കഴിയും. വിശ്വാസത്തോടെ ഒന്ന് തൊട്ടപ്പോഴെ അടുത്ത് നിൽക്കുന്നവരറിയാതെ, അവൾ പോലും അറിയുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിന്റെ സംഹിതകൾക്ക് കഴിയാത്ത ഒരു ദൈവശക്തിയുടെ കൈമാറ്റം അവളിലേക്ക് വന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനെ പിടിച്ചപ്പോഴേ ആ ദൈവശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. ഈ ദൈവശക്തിയെക്കുറിച്ച് പുതിയ നിയമത്തിനകത്ത് പൗലോസ് അവിടെ പറയുന്നത്, അവൻ മരിച്ചവനായ യേശുവിൻ്റെ ശരീരത്തിലും ഇറങ്ങി അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ആമേൻ. അത് നിങ്ങളുടെ അകത്തിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു ശാപത്തിലോ പാപത്തിലോ ഒതുങ്ങിപ്പോകത്തില്ല. മനസ്സുണ്ട്, ശരീരമുണ്ട്. പക്ഷെ ആത്മാവിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. നിങ്ങളുടെ മനസ്സ് പ്രശ്നക്കാരനാണ്. ഇത് നല്ല ദൂത വരുന്നത്, എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. മനസ്സ് പ്രശ്നക്കാരനാണ്, ശരീരം പ്രശ്നക്കാരനാണ്. ഇതിനെ ശരിയാക്കാൻ നോക്കരുത്, ശരിയാകത്തില്ല. കാരണം ഈ തുടങ്ങിയേക്കുന്നത് ഇതിനെ കൊന്നു കളഞ്ഞോളാൻ പറഞ്ഞിട്ടാ. മനസ്സിലായോ? ഇല്ലല്ലേ? ഞാൻ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വിട്ടു കളഞ്ഞിട്ട്. യോസനവല്ല, മനസ്സിലായോ? കാര്യം ഇതിന്റെ തുടക്കം എന്താ? കൊന്നുകളയുക. ഏതിനെ? ശരീരത്തെ കൊന്നുകളയുക, മരിക്കുക. ഇനി ജീവിക്കുന്നത് നീ അല്ല, നിന്റെ അകത്തെ ക്രിസ്തുവാണ്. ഇതൊക്കെ ചുമ്മാ കഥ പറഞ്ഞെന്നുള്ളതാണോ? അല്ല, കഥയല്ലിത്. ഇതിനകത്തൊരു റിയാലിറ്റി ഉണ്ട്. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ആത്മാവ് ഒതുങ്ങിയിരിക്കുക കേട്ടോ. ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോലും വണ്ടറായി പോകും. ആത്മാവിൽ പറയുന്നു, മുമ്പിൽ ഒരു രോഗി വന്നാൽ അവർ പഴിച്ചോട്ടെ, പക്ഷെ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്കകത്ത് അവന് രോഗം മാറുന്നത് നിങ്ങൾ കണ്ടിരിക്കും. ഒരു കാര്യം പറയാം, നിങ്ങൾ ആരാണ് എന്നുള്ള ബോധ്യത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, അത് ഈ അന്യഭാഷ വേണ്ട, അവൻ അറിയണമെന്നില്ല, ഒന്ന് തൊട്ടിട്ട് പോയാൽ യേശു പലയിടത്തും പോയിട്ട് ആരാണെന്ന് വെളിപ്പെടുത്തുവാണ്, സൗഖ്യം കൊടുത്ത്. ചിലതിൻ്റെയൊക്കെ കണ്ണ് തുറന്നത് പറഞ്ഞു, മേലാൽ എൻ്റെ പേര് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞാ പോയെ. എന്നിട്ട് ഇവൻ പോയി പറഞ്ഞ ആയിരങ്ങളെ കൊണ്ടുവന്നു. ഒരാളെ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച് അവനെ ഒന്ന് സൗഖ്യമാക്കി വിട്, എന്നിട്ട് പറഞ്ഞേക്കണം, നീ ആരോട് പോയി പറയണ്ടെന്ന് പറയണം. അവൻ 10 പേരെ വിളിച്ചോണ്ട് വരും. ആമേൻ. പേരിതായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അതിനായി ഒരുക്കട്ടെ, അതിനായുള്ള മനഃശക്തി നിങ്ങളുടെ അകത്ത് തരട്ടെ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്താനായിട്ട് തയ്യാറാകുക. ഈ വീണ്ടും വരുന്ന സാധനം, ഈ മടിച്ചാണ് ഫറവോന്റെ അടുക്കലേക്ക് ഈ മോശ പോകുന്നത്. ഒന്ന് വെളിപ്പെട്ട് കിട്ടിയപ്പം പിന്നെ കുഴപ്പമില്ല, അല്ലേ? ആദ്യം ചെന്നപ്പോ പട്ടി ആട്ടുന്നത് പോലെ ഫറവോൻ മോശയെ ആട്ടി വിട്ടു. വീണ്ടും വന്ന് പരാതി പറഞ്ഞപ്പോൾ ദൈവം പറയാം, നീ ഒന്നുകൂടെ ചെല്ല്, എന്നിട്ടൊന്ന് വെളിപ്പെടുത്തി കാണിക്കുക. വെളിപ്പെടുത്തിയ ശേഷം പിന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല, ഇങ്ങോട്ട് വിളിയായിരുന്നു. മനസ്സിലായവർക്കായി സ്തോത്രം. പിന്നെ മൊത്തം വിളിക്കുക. കാര്യം എന്നാ, ഇപ്പുറം ഇറങ്ങി നിന്നിട്ട് നല്ല പണിയാണ് കൊടുക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ ഓരോ ബാധകളെ ഇതേ ഇങ്ങനെ തുറന്നു വിടുക. അപ്പൊ മോശയ്ക്കുണ്ടായ ഇത് ഫറവോന്റെ ഭാഗം പറയാം, മോശയുടെ ഭാഗമാണ് ഞാൻ പറയാം. ആദ്യത്തേത് ഭയങ്കര പ്രയാസപ്പെട്ട ഇത്, അല്ലേ? ആദ്യത്തെ വടിയിട്ടതൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. പക്ഷെ ഒന്നിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഫറവോനെയും ചലിപ്പിക്കാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയ. പയ്യെ 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 മോശയെ അവന്റെ റോളിലേക്ക് ദൈവം കൊണ്ടുവന്നു.
അവൻ്റെ പൊസിഷനിലേക്ക് ആക്കി തീർത്തു. ദൂത് ഇതാണ്, മോശെ ഞാൻ നിന്റെ പുറകിലൊന്നും മറയുകയാണ്. എത്ര പേര് മനസ്സിലാക്കുന്നത്? ഞാൻ നിന്റെ പുറകിലൊന്ന് മറയുകയാണ്, നിന്റെ മുൻപിൽ നീ ഫറവോന് ദൈവമായി മാറും. എല്ലാവർക്കും കേൾക്കാൻ പറ്റാത്ത ദൂതാണ്, നീ പേടിച്ചതാണ്. പക്ഷെ ഞാൻ നിന്റെ പുറകിലൊന്നും മറയുന്നത് കൊണ്ട് നിന്നെ അവർ ദൈവമായിട്ട് കാണത്തക്ക രീതിയിൽ നിന്റെ റോൾ ഒന്ന് മാറ്റുകയാണ്. ഹല്ലേലൂയ. പൗലോസ് ചില ദ്വീപുകളിലൊക്കെ ചെല്ലുമ്പോൾ ദേവൻ എന്ന പേര് അവന് വരുന്നേ. എന്താ 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 ഡോക്ടർമാരില്ലാത്ത കൊണ്ടാണോ? ഒറ്റ വാക്ക് കൊണ്ട് അവൻ പലതിനെയും സൗഖ്യമാക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ മേലൊരു ചെറിയ തുടക്കം വരാൻ പോവുകയാണ്. നീ ചിലതിനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും, നീ ചിലതിൻ്റെ മേൽ കൈവെക്കുന്നതായിരിക്കും ചില തുടക്കങ്ങൾക്ക് കാരണമായി തീരുന്നത്. പരിശുദ്ധാത്മാവ് ദൂതായി സഭയുടെ മുമ്പിൽ റിലീസ് ചെയ്യുന്നു. ആൾക്കാർ കുറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം തന്നെ റിലീസ് ചെയ്യുകയാണ്. ഒരു പെരുപ്പത്തിന് വേണ്ടിയുള്ള കൈവെപ്പല്, രോഗസൗഖ്യത്തിന് വേണ്ടി നീ ചെയ്തു തുടങ്ങിക്കോ. ഹല്ലേലൂയ. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം ഇത് അവിടെ തീരുന്നില്ല. കാലഘട്ടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ദൂത് ഞാൻ നിങ്ങളോട് പുറത്തിറങ്ങിയിട്ട 6 മാസം 5 ദിവസം, ഒരാഴ്ചയിലെ കാര്യം പറയുന്നത്. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം 6 മാസം ജോലി ചെയ്യുക, 7-ാം മാസം വിശ്രമിക്കുക. ഇതെവിടെയാണെന്നോ പോയി കണ്ടുപിടിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചേൽപ്പിച്ചതാ. 7-ാം ദിവസം 7-ാം മാസം വിശ്രമിക്കുക. ഇതിനകത്താണ് ഒരു പ്രശ്നമുള്ളത്. ഈ മാസം മുഴുവൻ വിശ്രമിച്ച് എന്നാ ചെയ്യും? ജോലി, ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പ് പറഞ്ഞെന്നറിയാം. 5 ദിവസം ജോലി ചെയ്താൽ ആ 5 ദിവസത്തേക്കുള്ള കൂലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പക്ഷെ 6-ാം ദിവസം നീ പ്ലാൻ ചെയ്തുകൊണ്ട് പോകണം. 7-ാം ദിവസം വിശ്രമമാണ്. അങ്ങനെയാണെങ്കിൽ 7-ാം ദിവസത്തേക്കുള്ളത് 6-ാം ദിവസത്തെ വീട്ടിൽ കയറും. ഇതൊരു പ്രോമിസാ. മനസ്സിലായോ? അച്ഛന് മനസ്സിലായോ? ഇതൊരു അനുഗ്രഹമാണ് ഇതിന്റെ പിറകിൽ. ഈ 5 മാസം ജോലി ചെയ്താൽ 5 മാസം ഓരോ മാസത്തേക്കുള്ള ബാലൻസേ വരത്തുള്ളൂ, അല്ലെങ്കിൽ നന്മയെ കിട്ടത്തുള്ളൂ. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പ്രോമിസാ. 5-ാം മാസം കഴിഞ്ഞ് 6-ാം മാസത്തിലേക്ക് കയറുമ്പോൾ ആദ്യ ദിവസം മുതൽ 7-ാം മാസത്തേക്കുള്ളത് തുറന്നോളും. ഹല്ലേലൂയ. ഇനി വർഷത്തിന്റെ കണക്ക്, 5 വർഷം ജോലി ചെയ്യുക, ഓരോ വർഷം ഉള്ളത് നിന്റെ വീട്ടിൽ കയറി വരും. 6-ാം വർഷം ജോലി ചെയ്യുമ്പോൾ 7-ാം വർഷത്തേക്കൂടെ ഉള്ളത് കയറും. എനിക്കിതേ തുടങ്ങി ഒരുപാട് ദൂതുകൾ പഴയ നിയമത്തിന് എടുത്തുകൊണ്ട് വരണമുണ്ട്. ഒരുപാട് ഇസഹാക്കിന്റെ വിളവ് മുതലുള്ള കാര്യങ്ങളുണ്ട്. ആമേൻ. 7-ാം ദിവസം 6-ാം ദിവസം തന്നെ 6-ാം വർഷത്തേക്കുള്ളത്, 7-ാം വർഷത്തിലേക്കുള്ളത് 6-ാം വർഷത്തിൽ തന്നെ നിന്റെ വീട്ടിൽ കയറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് 2024 AD 2000. BC 4000 വർഷം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? യേശു ക്രിസ്തുവിന്റെ കാലഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ആദമിന്റെ കാലഘട്ടം എന്താണ്? BC 1. പുറകോട്ടാ പോകുന്നത്. അറിയാവുന്നവർക്കായി സ്തോത്രം. മുമ്പിലോട്ടല്ല പോകുന്നത്. ഓക്കെ, ഇത് 0 ആണെന്ന് വിചാരിച്ചോണം. AD ഇങ്ങോട്ട് ചെയ്യാം. AD 1, 2, 3, 4 അങ്ങനെ പറയുന്നത്. ഇതിപ്പോ 2024. ഓ, ഇവിടെ യേശു ക്രിസ്തുവിന്റെ ജനനം. ഇവിടെ BC 1 എന്ന് പറയുന്നത് ഇവിടെ അല്ല. BC 1 എന്ന് പറയുന്നത് ഇവിടെയാണ് കണക്കാക്കുന്നത്. BC 4000 ഇവിടെ കണക്കാക്കുന്നത്. ആമേൻ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ 4000 × 2000 എത്രയായി? 4 × 2 എത്രയാ? 6. 6 ആണോ? 4 × 2 6 അല്ലേ? 4000 അവിടെ, 2000 ഇവിടെ, 4 × 6 അല്ലേ? 6-ാം മാസത്തിന്റെ പ്രത്യേകത, 6-ാം ആണ്ടിന്റെ പ്രത്യേകത എന്നാ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ?
അഞ്ചിനകത്ത് 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 ആണ്ടുകളോ 5 കാലഘട്ടത്തേക്കുള്ളതേ ഉള്ളൂ. 6-ാമതിലേക്ക് വരാൻ നേരത്ത് 7-ലേക്കുള്ള നിറവ് എവിടെ കയറണം? 6 കയറണം. മനസ്സിലായോ? ഇത് ഞാനെങ്കിലും കേട്ടിട്ടില്ല, ആത്മാവ് എന്നോട് പറഞ്ഞതാണ്. ഇനി ഞാൻ പോയി തപ്പണം എവിടെ നിന്ന് ഉണ്ടോ ഇല്ലെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഒരു സമൃദ്ധിയുടെ വർഷമാണ്. ഇത് അറിയുന്നവനെ ഇത് കിട്ടത്തുള്ളൂ. 490 വർഷം ഈ 6-ാം വർഷത്തിലും 7-ാം ദിവസവും 7-ാം മാസത്തിലും 7-ാം വർഷത്തിലും ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കുമെന്നുള്ള ചിന്ത ഇസ്രായേൽ ജനത്തെ ബാബേൽ പ്രവാസത്തിലേക്കാണ് കൊണ്ടുപോയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ വാക്കിയെടുത്ത് വായിച്ച് കാണിച്ചാലേ, ഇനി വായിക്കത്തില്ലേ? ലേവ്യ പുസ്തകത്തിന് എടുത്ത് കാണിച്ചാൽ 7 ദൈവത്തിന്റെ കണക്കാണ്, പൂർണ്ണതയുടെ കണക്കാണ്. അന്ന് ഞാൻ 6-ാം മാസത്തിലെ 6-ാം ദിവസത്തിലെ 6-ാം ആണ്ടിലെ നിങ്ങൾക്ക് നിറവ് തന്നിരിക്കും. സോ ദിസ് ഈസ് എ ഹാർവസ്റ്റ് ടൈം. ഇതൊരു ഉണർവിന്റെ കാലഘട്ടമാണ്, ഇതൊരു സമ്പന്നതയുടെ കാലഘട്ടമാണ്. ഈ സമ്പന്നതയ്ക്കകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളാണ്, ഞാനാണ്. നിങ്ങൾക്കില്ല, എനിക്കൂടെ വേണം. അത് ഞാനിവിടെയാണ്. അതുകൊണ്ട് നീ വിതയ്ക്കാത്തത് പെറുക്കാനുള്ളത് ഇതിനകത്തുണ്ട്. പിടിച്ചോണം ആത്മാവില്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്ലാൻ എന്നാണെന്ന് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്ലാൻ എന്നാണ്. ഇവിടെ നീ ശ്രമിക്കാത്തൊരു ഇരട്ടി എന്നല്ല, ഒരു വർഷത്തിലേക്കും 1 ആണ്ടിലേക്കും 1 ദിവസത്തിലേക്കും 1 മാസത്തിലേക്കും 1 ആണ്ടിലേക്കും 1 കാലഘട്ടത്തിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് ഇതിനകത്ത് കിടപ്പുണ്ട്. ദിസ് ഈസ് എ മിസ്റ്ററി, ദിസ് ഈസ് എ സബത്ത്. ഇത് ദൈവത്തിന് വേണ്ടിയുള്ള സമയമാണ്. ദൈവത്തിന് വേണ്ടി ഒരുവൻ വിട്ടുകൊടുത്താൽ അവൻ ഈ കാലഘട്ടത്തിൽ അടുത്ത ജനറേഷന് വേണ്ടിയുള്ളത് ഇവിടെ നേടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുമ്പോൾ ആദ്യം അവസാനവും ശബത്ത് കയറി വരിക. എൻ്റെ വാക്കിനെ ഞാൻ നിർത്തുകയാണ്. പുളിപ്പില്ലാത്ത അപ്പം ഞാൻ വീണ്ടും പ്രസംഗിക്കുന്നതായിരിക്കും. അപ്പം പുളിക്കരുത്. ഇവരോട് പറയുന്ന ദൂത് ഇതാണ്, ഇത് പുളിക്കരുത്. എന്തുവാ? തിടുക്കത്തോടെ. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ഇടുമ്പോഴാണ് പുളിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ ഈസ്റ്റ് ഇടാത്ത, നിങ്ങൾ അങ്ങനെ ചെയ്ത് ഈസ്റ്റ് ഇടാത്ത അപ്പം എന്താണ്? പൊങ്ങാത്ത അപ്പം. ഇതിന് കലർപ്പുകളൊന്നും ഇല്ല. ഇത് ഒറിജിനൽ അപ്പമാണ്. എന്താണോ, ഏത് ഗോതമ്പാണോ, ആ ഗോതമ്പ് ചക്കിനകത്ത് പോയി, എങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്, അത് പൊടിയായി വന്ന അതേ സാധനം, കലർപ്പ് ഇതിനകത്തില്ല. ജീവന്റെ അപ്പം ക്രിസ്തു ആണെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പവും ക്രിസ്തുവാണ്. ആ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഇതെന്നെ ചെയ്യണം? തിടുക്കത്തോടെ കഴിക്കണം, തിടുക്കത്തോടെ. കാരണം നീ ഒരു പുറപ്പാടിലാണ്, നീ ഒരു പുറപ്പാടിന്റെ സമയത്താണ്. നിങ്ങൾ വായിച്ചു നോക്കണം, ഭാഗം നന്നായി വായിച്ചു നോക്കണം. 12-ാം അധ്യായം വായിച്ചു നോക്കണം. ദിസ് ഈസ് ദ ടൈം. ഇനി സമയമില്ല, ഇനി there is no time. കാരണം സംഹാരകൻ ഇറങ്ങി. ഈ രാത്രി നിനക്കൊരു പുറപ്പാടുണ്ട്. നേരം വെളുക്കുന്നത് വരെ സമയമില്ല. ആമേൻ, ആമേൻ. ഈ അപ്പം തിന്നുന്നതോടൊപ്പം അവരുടെ സാഹചര്യങ്ങളോട് ഒന്ന് പറഞ്ഞു വിടാം പെസഹയോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. 400 വർഷം ആ ജനം, 430 വർഷം ജോലി ചെയ്ത് നടുവളഞ്ഞു പോയ ജനം, ക്ഷീണിച്ചു പോയ ജനം, തകർന്നു പോയ ജനം ഈ അപ്പം കഴിച്ച് പുറത്തിറങ്ങി നടന്നപ്പം അവരെ കുറിച്ച് മോശ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്, അവരിൽ ആരും ബലഹീനരില്ലായിരുന്നു. അവരിൽ ആരും ബലഹീനരായിരുന്നു. തിടുക്കത്തോടെ കഴിച്ചപ്പോ കഴിച്ചതെന്ന് അറിയത്തില്ലെങ്കിൽ തിരിച്ചറിഞ്ഞോണം, ഇത് ജീവന്റെ അപ്പം പോലെ നിന്റെ അകത്ത് കയറിയ പുളിക്കാത്ത കലർപ്പില്ലാത്ത യേശു ക്രിസ്തു എന്ന അപ്പമാണ്. ആമേൻ.
അടിച്ച് തകർന്ന് ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. പേര് എലിയാവെന്നാണ്. അട്ടി ഉണർത്തി. എന്താ? ക്ഷീണിച്ച്. ഞാനിനിയില്ല. ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് മൊഴിഞ്ഞു വന്ന ശബ്ദം, അവൾ അധികാരത്തിൽ പ്രാവണ്യമുള്ളത് കൊണ്ട് അവിടെ വായിൽ നിന്ന് വന്ന ശബ്ദം ഒരു കാലഘട്ടത്തെ ചലിപ്പിച്ച, അന്തരീക്ഷ വലയങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് നിർത്തിയ മനുഷ്യന്റെ മനസ്സിനകത്ത് ക്ഷീണം വെളിപ്പെട്ടു. ഇനിയില്ല, ഞാൻ ക്ഷീണിച്ചു, മരിക്കാനിരിക്കുന്നു പറഞ്ഞപ്പം കേട്ടടി ഇല്ല. പറയുന്നു, നിനക്കൊരു ഓട്ടമുണ്ട്. എത്ര പേര് സ്വീകരിക്കും? നിനക്കൊരു ദൂരയാത്ര പോകാനുണ്ട്. എത്ര പേര് സ്വീകരിക്കും? എലിയാവിന് പറയാനുള്ളത് ഞാൻ ഇന്ന് രാവിലെ പറയും, ഇല്ല, എനിക്ക് 2 ആഴ്ച സമയം വേണം. കാരണം ഞാൻ കഴിച്ചൊന്ന് ഈ ക്ഷീണം. നീ ഭൂമിയിലെ അപ്പം കഴിച്ചാൽ നിനക്ക് ഓടാൻ പറ്റത്തില്ല. കാരണം നീ വെറുതെ അല്ല ഓടാൻ പോകുന്നു. നീന്റെ ഓട്ടം നീ കണ്ടിട്ടുള്ള ആഹാവിന്റെ രഥത്തെ ഓടി തോപ്പിക്കുന്ന ഓട്ടമാണ്. ആ ഓട്ടം ഓടണമെങ്കിൽ നിനക്ക് ഈ ഭൂമിയിലെ ഫുഡല്ല, ഞാൻ തരാം നിനക്ക് ഫുഡ്. അത് കഴിച്ചിട്ട് ഈ മനുഷ്യനൊരു ഓട്ടം ഓടി ആഹാവിന്റെ കുതിര തോറ്റുപോയി അതിന്റെ മുമ്പിൽ. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ മേൽ വന്നിരിക്കുന്ന ആ ജീവന്റെ അപ്പം സമയത്തെ തോപ്പിക്കാൻ പറ്റുന്ന ഓട്ടമാണ്. ഓ, കരങ്ങൾ അടിച്ചു കർത്താവിന്. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഈ ദൂതിനൊരു ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചു. ഇന്ന് പകൽ നിങ്ങൾ കേട്ട ദൈവശബ്ദങ്ങളൊന്നും ചെറുതല്ല. നിങ്ങളുടെ അകത്ത് വന്ന മനുഷ്യന്റെ ശക്തിയിലേക്കും വ്യക്തിത്വത്തിലേക്കും മാറി ഒന്ന് ചിന്തിച്ചാൽ നിനക്ക് ഇന്നുവരെ കാണാൻ പറ്റാത്ത ഒരു ലൈഫ് നിങ്ങളുടെ പ്രകൃതിക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മതമായി കണ്ട് പെന്തക്കോസിനെയും ഈ ആരാധനയും തള്ളിക്കളയരുത് കുഞ്ഞുങ്ങളെ. ഇതിനകത്തൊരു മിസ്റ്ററി കിടപ്പുണ്ട്. അറിയാൻ ശ്രമിക്കുക, എന്താണ് ഇതിനകത്ത് കിടക്കുന്നത്. ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചാലും കിട്ടാത്ത സമ്പാദ്യം നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവിന്റെ ഒറ്റ ചിന്തയ്ക്കകത്ത് കിടപ്പുണ്ട്. പറയപ്പെട്ട ദൂതുകളെ ഒന്ന് സ്വീകരിച്ചാട്ടെ. കുറച്ച് നിമിഷം ഞാൻ വിട്ടുതരിക. 1-2 നിമിഷങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ. കുറച്ച് നാള് ക്ഷീണിച്ചു. ഫുഡില്ലാതെ, ആഹാരം ഇല്ലാതെ ഈ ആത്മമനുഷ്യൻ ക്ഷീണിച്ചു. ഹല്ലേലൂയ. ക്ഷീണിച്ചു. അപ്പോൾ ദൈവമായിട്ട് ഒരു അപ്പം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. മുന്നോട്ട് പഠിച്ചാൽ പറയാനുണ്ട്, കാക്ക കൊടുക്കുന്ന അപ്പവേ ഉള്ളു, കാക്ക കൊടുക്കുന്ന ആ കെരീത്ത തോട്ടിലെ വെള്ളമേ ഉള്ളു ഈ മനുഷ്യനുള്ളു. പക്ഷേ തൻ്റെ ശരീരം ക്ഷീണിച്ചോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതേ കഴിക്കാൻ അനുവാദമുള്ളൂ. കാരണം എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. നീ ഒരു ഓട്ടക്കാരനെ പോലെ ഓടാൻ തുടങ്ങുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിന്റെ അകത്ത് പാടില്ല. ദൈവത്തിൽ നിന്ന് കഴിച്ച് ദൈവത്തിൽ നിന്ന് കുടിച്ച് ജീവിച്ചാൽ നിനക്കൊരു ഓട്ടമുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടമാക്കും. ദൈവത്തിൽ നിന്ന് കഴിച്ച് ദൈവത്തിൽ നിന്ന് കുടിച്ച് നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നിനക്കൊരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിൽ നീ പലതിനെയും തോൽപ്പിക്കും. രഥങ്ങളെ തോൽപ്പിക്കുന്ന, കുതിരകളെ തോൽപ്പിക്കുന്ന, കുതിരകളുടെ കണ്ണുകൾക്ക് നോക്കിക്കാണാൻ പറ്റും. ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിചാരിക്കുന്നത്, ഫിലിപ്പോസിനെ ദൈവം ഓടിച്ചത്, ഹല്ലേലൂയ, ഈ ഏലിയാവിനെ ദൈവം ഓടിച്ചു കയറ്റിയത്, ഹല്ലേലൂയ, ആ കുതിരകളുടെ കണ്ണിന് പോലും പിടികിട്ടാത്ത രീതിയിലുള്ള സ്പീഡ് അവന്റെ കാലുകൾക്ക് ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിനകത്ത് ഞാൻ അതിനെ റിലീസ് ചെയ്യുക. പിടിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തേക്ക് ഒരു ദൈവശക്തി ഇപ്പോൾ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പം കഴിച്ചിട്ട് ഇറങ്ങിയ ജനം, ഹല്ലേലൂയ, നടു തളർന്നുപോയ രോഗികൾ പോലും ക്ഷീണിക്കാത്തവരായി മരുഭൂമിയിലൂടെ കാലുയർത്തി ചവിട്ടാൻ ഒരാരോഗ്യം അവരുടെ ശരീരത്തിന്റെ മേൽ, ആ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് അവരുടെ മേൽ ദൈവം അയച്ചെങ്കിൽ ഇന്ന് പകരം ഞാൻ പറയുന്നു, അനാരോഗ്യങ്ങൾ മാറിപ്പോകട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ. അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന 400 വർഷത്തിൻ്റെയും 40 വർഷത്തിൻ്റെയും ശരീരത്തിലെ അകത്ത് കയറിയ സകല ക്ഷീണങ്ങളും ബാണങ്ങളും ഉയർന്നു പൊങ്ങിയ സകല അൺവാണ്ടഡ് ആയിട്ടുള്ള സകല ഗ്രോത്തുകളും ഇപ്പോൾ തകർന്നു മാറി നിന്നെ ഒരു ഓട്ടക്കാരനെ പോലെ പൂർത്തീകരിക്കുന്ന ഒരു ഓട്ടക്കളത്തിനകത്തേക്ക് ദൈവം നിന്നെ കയറ്റട്ടെ. കര അടിച്ച് ദൂതിനെ ഒന്ന് സ്വീകരിച്ച് ശബനഗതര ബൗഡപ്രഭാതനാർദിയാന
ഹല്ലേലൂയ. ചില നിയോഗങ്ങളുടെ കൈമാറ്റങ്ങൾ ഈ നിമിഷങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില ദേശങ്ങളെ അടക്കി പിടിക്കാനുള്ള ചില അഭിഷേകം, ചില ദേശങ്ങളെ ചിലതിനെ വിരൽ ചൂണ്ടാനുള്ള അഭിഷേകം, ചിലരുടെ മേൽ ആധികാരികതയോടെ നിൽക്കാൻ, ചിലതിൻ്റെ മേൽ ആധികാരികത പറയാൻ. കൈ അടിക്കുന്നുണ്ടെങ്കിൽ നന്നായി അടിച്ച്, അത് നിന്റെ കാലിന് അതിവേഗത വരുന്നു, നിന്റെ കൈകൾക്ക് അതിവേഗത വരുന്നു, നിന്റെ മനസ്സിന് അതിവേഗത വരികയാണ്. ഹല്ലേലൂയ. ഈ വർഷത്തെ നോക്കിക്കാണുന്നവരോട്, ഈ കാലഘട്ടത്തെ നോക്കിക്കാണുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ കാണാത്തൊരു കാഴ്ചപ്പാട് ശബത്ത് എന്ന പേരിൽ, സ്വസ്ഥത എന്ന പേരിൽ ദൈവത്തിന് ഈ ദേശത്തോട്, ഈ കാലഘട്ടത്തോട് പറയാനുണ്ട്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, സഭയോട്, സഭ ദേശത്തോട് ആവർത്തിച്ച് പറയണം, ദൈവം കൽപ്പിച്ച സ്വസ്ഥത ആകാശങ്ങളിൽ നിന്ന് ഈ ദേശങ്ങളിലേക്ക് വെളിപ്പെടുകയാണ്. ദൈവത്തിൽ നിന്ന് ഈ പട്ടണങ്ങളിലേക്ക് സമാധാനം വെളിപ്പെടട്ടെ. ഒന്ന് പറയാൻ താല്പര്യമുണ്ടോ? എൻ്റെ കർത്താവ് ഇട്ട ഒരു ദിവസം, കർത്താവ് ഇട്ടൊരു കാലഘട്ടമാണ് ശബത്ത്. ശബത്ത്. അതൊരു നീ അറിയാത്തൊരു പണിയുണ്ട് കർത്താവിൻ്റെ, നീ അറിയാത്തൊരു ഇടപെടലുണ്ട് ഇതിനകത്ത്. 6 വർഷം അധ്വാനിക്കുമ്പോൾ 6ാമത്തെ വർഷം അതേ അധ്വാനം, അതേ പ്രവൃത്തി, അതേ കാര്യം. പക്ഷേ നീ അറിയാത്തൊരു വർധനവ് ആ സെയിം പീരീഡിനകത്തൂടെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ഹല്ലേലൂയ. ആ ഇടപെടൽ സംഭവിക്കുന്ന കാലഘട്ടത്തിനകത്ത് നിൽക്കുക. ഇന്ന് രാവിലെ ആത്മാവിൽ അങ്ങനെ ഒരു വർധനവോ, നീ ചെയ്ത ജോലിക്ക് പോലും നന്മ കിട്ടാതെ ചെയ്തതുപോലും അധപതനത്തിനകത്ത് കിടക്കുന്നെങ്കിൽ ഈ പകൽ നീ ശബത്തിനകത്തേക്ക് കയറിക്കോ. ഇനി വരാനുള്ളത് ശബത്താണ് എന്ന് പറഞ്ഞ്, ഇനി വരാനുള്ളത് ശബത്താണ് ഒന്ന് പറ. എല്ലാവരും പറ, ഇനി വരാനുള്ളത് 7 എന്നുള്ളത് ശബത്താണ്. ഇത് ഈ കാലഘട്ടത്തിൽ നീ ചെയ്യാത്തൊരു വർധനവ് നിന്റെ കയ്യിലൂടെ, കരങ്ങളിലൂടെ, ജോലിയിലൂടെ, ബിസിനസ്സിലൂടെ തന്നെ വർദ്ധിക്കും. കാരണം നീ ഇതിനകത്ത് എന്തോ ഉണ്ട്. ഇതിനകത്ത് നിന്റെ പ്രവൃത്തിയേക്കപ്പുറം ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട്. ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നീ വർധനവ് കണ്ടിരിക്കും. ഈ ദൂത് മനസ്സിലാകുന്നവരോട് ഞാൻ പറയുന്നു, നീ ഇതിന്റെ ഫലം അനുഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലൂടെ ഉള്ളത് ദൈവം നിന്റെ വർധനത്തിനകത്ത് ഇടുകയാണ്. ഓ ഹല്ലേലൂയ. നന്ദി പറഞ്ഞാട്ടെ, ദൂതിനായി നന്ദി പറ. താങ്ക് യു ജീസസ്. ഞങ്ങളോട് ഈ ദൈവശബ്ദം ഇടപെട്ടതിന് നന്ദി പറയുന്നു കർത്താവേ. ഈ ദൈവ മർമ്മം ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ശബത്ത് കാലഘട്ടത്തിൽ ക്ഷാമമല്ല, ക്ഷാമമായാലും വർധനവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി പറഞ്ഞാട്ടെ ഒരു നിമിഷം. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൂത് ഇവരുടെ മേൽ നിവൃത്തിയാകേണ്ടതിനായി മുണ്ടക്കയം പട്ടണത്തിൻ്റെ മേൽ, കോട്ടയം പട്ടണത്തിൻ്റെ മേൽ, കേരള സംസ്ഥാനത്തിൻ്റെ മേൽ, ഇന്ത്യ എന്ന ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ, ഏഷ്യ എന്ന ഞങ്ങളുടെ ഭൂഖണ്ഡത്തിൻ്റെ മേൽ, ദൈവം ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഈ ഭൂമിയുടെ മേൽ കർത്താവേ, ഈ ഉണർവിൻ്റെ ശബത്തിൻ്റെ വ്യാപനം സംഭവിക്കട്ടെ. ശബത്ത് ദിവസത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, നീ സഹായിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ അടിച്ച് കർത്താവിന് ഒരു നിമിഷം എല്ലാവരും സ്വതം ചെയ്താട്ടെ. കർത്താവിനായി കൊടുക്കാൻ പോവുകയാണ്.